നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ഒരു സമരകാലമാണ്. പലതരത്തിലുള്ള സമരങ്ങൾ ഇങ്ങനെ കാണുന്നു. കോൺഗ്രസിന്റെ സമരമുണ്ട്, സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട സമരമുണ്ട്, പേരാമ്പ്രയിൽ ഒരുപാട് വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ കണ്ടപ്പോൾ അല്ല, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ? സമരത്തിന്റെ കോലം മാറും എന്നല്ലേ? അതെ അതെ അതെ, അങ്ങനെയാണ്. ഈ ഒരു ഘട്ടം കഴിഞ്ഞാൽ സമരത്തിന്റെ പുതിയ കോലം മാറും. പല കോലങ്ങളിലുള്ള സമരം കണ്ടവരാണ് മലയാളികൾ. വെറൈറ്റി സമരങ്ങൾ നമ്മൾ കേരളത്തിൽ കാണാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരു മുന്തിയ ഇനം എന്ന് പറയുന്ന സമരം എന്താ അറിയോ? ശയന പ്രദക്ഷിണ സമരം. ശയന പ്രദക്ഷിണ എല്ലാം മെനക്കെടുള്ള സംഭവമാണ് അല്ലേ? പക്ഷേ ഇടുക്കി ചിന്നക്കനാലിൽ ഒരു സമരം കണ്ടു. യൂത്ത് കോൺഗ്രസിന്റെ ഒരു ശയന പ്രദക്ഷിണായിരുന്നു. പക്ഷെ അതിന് എന്താ സംഭവിച്ചെന്നറിയോ? അല്പം കടന്നുപോയി. അതിന്റെ ദൃശ്യങ്ങളിലും റിപ്പോർട്ടിലേക്കും പോകാം. ശരി. വിനോദസഞ്ചാര കേന്ദ്രമായ ചിന്നക്കനാലിൽ നിന്ന് പവർ ഹൗസ് ഭാഗത്തേക്ക് പോകുന്ന വഴിയുടെ കാര്യം അല്പം കഷ്ടമാണ്. വഴിയല്ല, കുഴിയാണുള്ളത്. കുഴികളടയ്ക്കാൻ അധികൃതർ തയ്യാറാകാതെ വന്നതോടെയാണ് യൂത്ത് കോൺഗ്രസുകാർ ഈ കടും കൈക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ചെളിക്കുഴിയിൽ കിടന്നു മറിഞ്ഞും ഉരുണ്ടുമൊക്കെ ഒരു ശയനപ്രദക്ഷിണ സമരം. இந்த பாதை என்பது ஸ்கூலில் பாத்திமா ஸ்கூல் போகக்கூடிய பிள்ளைகள் ஆயிரக்கணக்கான பிள்ளைகள் இருக்கின்றன. மவுண்ட் ஃபோர்ட் ஸ்கூல் படிக்கக்கூடிய பிள்ளைகள் நூற்றுக்கணக்கான பிள்ளைகள், யூபி ஸ்கூலில் படிக்கக்கூடிய நூற்றுக்கணக்கான பிள்ளைகள், மடத்தில் படிக்கக்கூடிய நூற்றுக்கணக்கான பிள்ளைகள் மற்றும் பஞ்சாயத்து மற்றும் வில்லேஜ் ஆபீஸ் மற்றும் ஆஸ்பத்திரி போன்ற முக்கிய ஸ்தாபனங்களுக்கு செல்லக்கூடிய வழிதான் இந்த பவர் ஹவுஸ் டு ചിന്നക്കനാൽ என்பதை நீங்கள் മറന്നുവിടக் കൂടാതെ. സമരം നീണ്ടുപോയതോടെ വിനോദസഞ്ചാരികളുടെ അടക്കമുള്ള വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി. ദേശീയപാതയിൽ നിന്ന് ചിന്നക്കനാലിലേക്കുള്ള 3 കിലോമീറ്റർ പാതയാണ് തകർന്നു കിടക്കുന്നത്. 3 വർഷം മുൻപ് നിർമ്മാണം ആരംഭിച്ചിരുന്നുവെങ്കിലും നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന കുഞ്ചിത്തണ്ണി ലേബർ സൊസൈറ്റി പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. സമരത്തിന്റെ ദയനീയത കണ്ടെങ്കിലും നിർമ്മാണം പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. മീഡിയ 1 ഇടുക്കി.